ഈ ഓണത്തിന് സ്റ്റാർ ആവാനില്ലേ ഈ ഒറ്റൊരു ഐറ്റം മതിയാവേ. ഇതാണ് ടെൻഡർ കോക്കനട്ട് പായസം. ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, സിമ്പിളായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയെങ്കിൽ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ 2 കപ്പ് പാലൊഴിച്ച് കൊടുത്തിന്. ഇനി ഇതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കുന്നത്, അത് നമ്മൾ മധുരം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവേ. ഞാനിപ്പോൾ 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിന്. എന്നിട്ടായിട്ട് പാലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം, തിളപ്പിക്കണ്ട, ജസ്റ്റ് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് സോക്കാക്കിയിട്ട് വെച്ച സാഗോ സീഡ് ഇട്ട് കൊടുക്കണം. ഞാൻ 3 മണിക്കൂർ സോക്കാക്കിയിട്ട് വെച്ച ചെറിയ സാഗോ സീഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ല ഇതിലൊന്ന് കുക്കാക്കിയിട്ട് എടുക്കണം. ഈ പാല് നല്ല പാങ്ങ് തളിച്ചിട്ട് വരുമ്പോൾ തന്നെ ഇത് കുക്കായിട്ട് വരുവേ. ഇത് സോക്കാക്കിയിട്ട് വെച്ചതല്ലേ, അതുകൊണ്ട് ബിയെ കുക്കായിട്ട് കിട്ടീനി. ഈ സാബുനരി ഇല്ലേ, ഈ സാഗോ സീഡ്, ഇതെല്ലാം ഒന്ന് കുക്കാക്കിയിട്ടായിട്ട് ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കണം. അത് നമ്മൾ മധുരം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവേ. ഞാനിപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിഷ്ടം, ഇത് എത്ര വേണോ നമുക്ക് മധുരം എത്ര അതനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ ടെൻഡർ കോക്കനട്ട് പായസമില്ലേ, ഇത് ഉണ്ടാക്കാനും സിമ്പിള്, ഇത് തിന്നുന്നെങ്കിൽ ചൂടോടെയും തിന്നാം, തണുപ്പിച്ചിട്ടും തിന്നാവേ. അത് നമ്മളെ ചോയ്സാണ്, എങ്ങനെ വേണമെങ്കിലും തിന്നാം. ഇതിലേക്കില്ലേ ഞാൻ ടെൻഡർ കോക്കനട്ടിൻ്റെ ബ്ലെൻഡാണ് യൂസ് ആക്കുന്നത്. ഐഡീൻ്റെ ഫ്രഷ്ലി ഫ്രോസൺ ടെൻഡർ കോക്കനട്ട് ബ്ലെൻഡാവേ. ഇതാകുമ്പോൾ നല്ല ഫ്രഷ് ഫീൽ ഉണ്ടാവും. ഇത് തിന്നുമ്പോൾ നമ്മൾ ഒറിജിനൽ ടെൻഡർ കോക്കനട്ടെല്ലാം ബ്ലെൻഡ് ആക്കിയിട്ടാകുമ്പോൾ ഉണ്ടാകുന്നില്ലേ, അതേ ടേസ്റ്റ് തന്നെ എനിക്കും. ഇതിപ്പോൾ ഇതാ ഈ പാലിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഫ്ലേവർ അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഐഡീൻ്റെ ബ്ലെൻഡിൽ തന്നെ ഷുഗർ ഉണ്ടായതുകൊണ്ട് ഞാൻ മാക്സിമം ഷുഗർ കുറച്ച് ഇട്ട് കൊടുത്തതാവേ. എന്നിട്ടായിട്ട് ഇത് നല്ലോണം തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാ പായസം റെഡിയായി. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ആക്കി വെക്കുന്ന തന്നെയല്ലേ. ഇത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാവേ. ഇത് തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ലതുണ്ട്, ചൂടോടെ കഴിക്കാനും നല്ലതുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കുന്നതല്ലേ.